ദേവസ്യ സംസരതോ വിമോക്ഷണം ന ജാനതോ അനർത്ഥവഃ ശരീരത ലീലാവതാരൈः സ്വയശ പ്രദീപകം പ്രാജ്വാലയത്വതമഹം പ്രപദ്യേ അഥാപ്യാശ്രാവേ ബ്രഹ്മ നരലോകവിഡംബനം രാജ്ഞഃ പൈതൃശ്വസയസ്യ ഭക്തസ്യ ച ചികീർഷിതം യക്ഷ്യതി ത്വാമഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവഃ പാരമേഷ്ഠികാമോ നൃപതിഃ തൽഭവാൻ അനുമോദതാം തസ്മിൻ ദേവക്രതുവരെ ഭവന്തം വൈസുരാദയഃ ദിദിക്ഷവസമേഷ്യന്തി രാജാനുശേഷസ്വിനഃ ശ്രവണാൽ കീർത്തനാൽ ധ്യാനാൽ പൂയന്ത ദേവസായിനാം തവ ബ്രഹ്മമയസ്യ ശകിമുദേക്ഷാഭിമരിശിനഃ യസ്യാമലം ദിവ്യശപ്രഥിതം രസായം ഭൂമൗചതേ ഭുവനമംഗള ദിഗ്വിധാനം മന്ദാകിനീതി ദിവി ഭോഗവതീതി ചാഥോ ഗംഗേതി ചേഹ ചരണാംബു പുനാതി വിശ്വം ശ്രീസുക ഉവാച തത്ര തേഷു ആത്മപക്ഷേഷു അഗൃഹൽ സുവിജിഗീഷയ വാജപേശൈഃ സ്മൈൻ ഭൃത്യം ഉദ്ധവം പ്രാഹകേശവ ശ്രീഭഗവാനുവാച ഇത്യുദീരിതമാകർണ്യ ദേവഋഷിരുദ്ധവോ ബ്രവീൽ സഭ്യാനമതമാജ്ഞായ കൃഷ്ണസ്യ മഹാമതീം ഉദ്ധവ ഉവാച യദുക്തം ഋഷിണാ ദേവസാജീവ്യമക്ഷിതസ്ത്വയാ കാര്യം പൈതൃശ്വസയസ്യ രക്ഷാച ശരണൈഷിണ യഷ്ടവ്യം രാജസൂയേന ദിക്ചക്രജൈന വിഭോ അതോ ജരാസൂതജയുഭയാർത്ഥമതോ മമ അസ്മാകം ച മഹാനത്വ ഹേതേനൈവ ഭവിഷ്യതി യശശ്ച തവ ഗോവിന്ദരാജ്ഞോബദ്ധാൻ വിമുഞ്ചതാം സവൈ ദുർവിഷഹോ രാജാ നാഗായുധ സമോബലെ ബലിനാമപി ച അന്വേഷം ഭീമം സമബലം വിന ദ്വൈരഥേ സതു ജയതവ്യോമാശത അക്ഷൗഹിണീയുത ബ്രഹ്മണ്യോഭ്യർത്ഥിതോ വിപ്രൈഹ ന പ്രത്യാഖ്യാതികരിഹിജിൽ ബ്രഹ്മവേഷധരോഗത്വം ഭിക്ഷേത മൃഗോദര ഹനിഷ്യതി സന്ദേഹോ ദ്വൈരഥേ തവ സന്നിധൗ നിമിത്തം പരമേശസ്യ വിശ്വസർഗ നിരോധയോ ഹിരണ്യഗർഭസർവസ്യ കാലസ്യാരൂപിണസ്തവ ഗായന്തി ദേവി വിശദകർമ്മ ഗൃഹേഷു ദേവീരാജ്ഞാം സ്വശത്രുവധം ആത്മവിമോക്ഷണം ച ഗോപ്യസ്യ കുഞ്ചരപതേ ജനക ആത്മജായാ പിത്രോശ്ച ലബ്ധശരണാമുനയോ വയം ച ജരാസന്ധവധ കൃഷ്ണഭൂര്യർത്ഥായോപകൽപ്പതേ പ്രായപാക വിഭാഗേന തവ ചാഭിമതക്രതുഃ ശ്രീസുക ഉവാച ഇത്യുദ്ധവജോരാജൻ സർവതോ ഭദ്രമച്യുതം ദേവഋഷിരതി വൃദ്ധാശ്ച കൃഷ്ണശ്ച പ്രത്യപൂജയൻ അഥാദിശിൽ പ്രയാണായ ഭഗവാൻ ദേവകീസുതഃ ഭൃത്യാൻ ദാരുകചൈത്രാദീൻ അനുജ്ഞാപ്യ ഗുരൂൻ വിഭുഃ നിർഗമയ്യാവരോധാൻ സ്വാൻ സസുതാൻ സപരിച്ഛതാൻ സങ്കരീഷണമനുജ്ഞാപ്യ യദുരാജം ച ശത്രുഹൻ സൂതോപനീതം സ്വരഥമാരുഹൽ ഗരുഡധ്വജം തതോരഥദ്വീപഭടസാദിനായകൈഃ കരാളയാ പരിവൃതാത്മസേനയാ മൃദംഗഭേര്യാനകശംഖഗോമുഖൈഃ പ്രഘോഷഘോഷിതകകുഭോ നിരാക്രമൽ നൃവാജികാഞ്ജനശിപികാഭിരച്യുതം സഹാത്മജാഹ പതിമനു സുവൃതായയോ വരാംബരാഭരണവിലേപനസ്രജഃ സുസംവൃതാ നിർഭിരസി ചർമ്മപാണിഭി നരോഷ്ട്രഗോ മഹിഷഖരാശ്വതര്യനഃ കരേണുഭി പരിജനവാരയോഷിത സ്വലംകൃതാഃ കടകുടികമ്പളാംബരാദ്യുപസ്കരായയുരധിയുജ്യ സർവതഃ ബലം ബൃഹധ്വജപടഛത്രചാമരൈർവരായുധാഭരണകിരീടവർമ്മഭി ദിവാംശുഭിസ്തുമുലരവംബഭൗരവേര്യധാർണുവക്ഷുഭിതതിമിംഗിലോർമിഭി അധോ മുനിര്യതുപതിന സഭാജിതഃ പ്രണമ്യതം ഹൃദി വിദധൽ വിഹായസ നിശമ്യ തദ്വ്യവസ്ഥിതമാഹൃതാരിഹണോ മുകുന്ദ സന്ദർശന നിർവൃതേന്ദ്രിയഃ രാജദൂതമുവാചിതം ഭഗവാൻ പ്രീണയൻ ഗിര മാ ഭൈഷ്ടദൂതഭദ്രം മുഖാദയിഷ്യാമി മാഗധം ഇത്യുക്ത പ്രസ്ഥിതോ ദൂതോ യഥാവതവദം നൃപാൻ തേഭി സന്ദർശനം ശൗരേഹ പ്രത്യൈക്ഷൻ യന്മുക്ഷവഃ ആനർത്ത സൗവീരമരവും തീർത്വ വിനശനം ഹരി ഗിരീൻ നദീരതീയായ പുരഗ്രാമപ്രജാകരാൻ തതോ ദിഷദ്വതീം തീർത്വ മുകുന്ദോധ സരസ്വതീം പഞ്ചാലാനധമത്സ്യാംശക്രപ്രസ്ഥമഥാഗമൽ തമുപാഗതമാകർണ്യ പ്രീതോ ദുർദർശനം നൃണാം അജാതശത്രു നിരകാൽ സോപാധ്യായ സുഹൃദ്വൃതഃ ഗീതവാദിത്രഘോഷേണ ബ്രഹ്മഘോഷേണ ഭൂയസ അഭ്യയാൽ സ ഹൃഷീകേശം പ്രാണാഹ പ്രാണമിവാദ്രിത ദൃഷ്ട്വാ വിക്ലിന്ന ഹൃദയ കൃഷ്ണം സ്നേഹേന പാണ്ഡവഃ ശിരാദൃഷ്ടം പ്രിയതമം സസ്വജേഥ പുനഃ പുനഃ ദൗർഭ്യം പരിഷുചരമാമലാലയ മുകുന്ദഗാത്രം നൃപതിർഹദാശുഭഃ ലേഭേ പരാം നിർവൃതിമശ്രുലോചനോ ഹൃഷ്യത്തനുഃ വിസ്മൃത ലോകവിഭ്രമഃ തം ആതുലയം പരിഭ്യ നിർവൃതോ ഭീമസ്മയൻ പ്രേമജവാകുലേന്ദ്രിയ യമൗ കിരീടീ ച സുഹൃത്തമം മുദാ പ്രവൃദ്ധബാഷ്പാഹ പരിരേഭിരേച്യുതം. എത്ര നന്നായി ചെയ്യാൻ പറ്റുമോ അത്ര നന്നായി ചെയ്യണം. ആസ് ബെസ്റ്റ് ആസ് വൺ ക്യാൻ. മനസ്സിലായോ? എനിക്ക് ഇപ്പോൾ ഇനി ഇതിനേക്കാൾ എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും? ഇത്രേ പറ്റുള്ളൂ, നന്നാക്കാൻ പറ്റുള്ളൂ. ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ നോക്കണം. ഈ പെർഫോമൻസ് ഇപ്പോൾ ചെയ്തതിനേക്കാൾ അടുത്ത തവണത്തെ പെർഫോമൻസ് ഇതിനേക്കാൾ നന്നാക്കണം. നമ്മൾ കോമ്പറ്റീഷൻ നമ്മൾ പഠിപ്പിച്ചത് അവൻ്റെ കട്ട് ത്രോട്ട് ബിസിനസ്സിൽ അവളെ കോമ്പറ്റ് ചെയ്യണം, അവളെ തോൽപ്പിക്കുമ്പോഴാണ് നീ ജയിക്കണേന്നാ, അല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അപ്പുറം ഇപ്പുറമുള്ളവരെ തോൽപ്പിച്ചാൽ നമ്മൾ ജയിക്കുന്ന. അങ്ങനെയല്ല. നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് പുറത്തുള്ള മറ്റുള്ളവരോടല്ല, നമ്മൾ നമ്മുടെ ഏർലിയർ പെർഫോമൻസിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ?
ഓരോ തവണ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എനിക്ക് പറ്റിയത്. അപ്പോൾ ആ പ്രവൃത്തി നല്ല ആത്മാർത്ഥമായി ചെയ്തു വെച്ചാൽ നമുക്ക് നല്ല സംതൃപ്തി കിട്ടും. അത് കിട്ടാണ്ടിരിക്കുമ്പോൾ ഓർക്കണം എന്തോ വേണ്ട പോലെ ആയില്ല. അടുത്ത തവണ ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഡു ഇറ്റ് വെൽ. അല്ലാതെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കണം മതി. എന്താ ഇപ്പം ചെയ്യാതെ കുറവ് ചെയ്യാണ്ടും വയ്യ, മനസ്സിനൊട്ട് ഇൻട്രസ്റ്റ് താല്പര്യം ഇല്ലേനും അങ്ങനെ ചെയ്യുമ്പോൾ നന്നാവുമോ? ഇല്ല. അതാണ് സമാചരം. അതോടൊപ്പം എന്ത് ചെയ്യണം? ശ്രദ്ധാലു. നിനക്ക് ശ്രദ്ധയുണ്ട് എൻ്റെ കഥകൾ കേൾക്കാനെങ്കിലോ. ഓ ലോകത്തെ മുഴുവനും നിൻ്റെ മനസ്സിനെ പരിപാവനമാക്കുന്ന പരിശുദ്ധമാക്കുന്ന എൻ്റെ മംഗളകരമായ ദിവ്യലീലകളെ, ആ ഭഗവാന്റെ അദ്ഭുത കഥകളെ കേൾക്കണം. ഗായൻ പാടണം, കീർത്തിക്കണം, സ്മരിക്കണം. ഭഗവാന്റെ അവതാര മഹോത്സവങ്ങളൊക്കെ കൊണ്ടാടണം. ഭക്തന്മാരോടുകൂടി ആടിപ്പാടണം. അതോടൊപ്പം എല്ലാം എൻ്റെ സന്തോഷത്തിനായി എന്നിൽ അർപ്പിക്കണം. ധർമ്മമായാലും അർത്ഥായാലും കാമായാലും എല്ലാം ഭഗവാന്റെ സ്മരണയോടെ ഭഗവത് അർപ്പണമായി ചെയ്യണം. ഇങ്ങനെ എങ്ങനെ മതപാശ്രയ, എന്നെ തന്നെ സർവാത്മനാ ശരണമടഞ്ഞുകൊണ്ട്. ഒരിക്കലും ശരണം ഭഗവാനല്ലാണ്ട് വേറെ ആരെങ്കിലും ആവാൻ പാടില്ല. ലക്ഷ്യം ഭഗവാനാവണം. ലക്ഷ്യം ഭഗവാനായാൽ മാത്രമേ എന്താവുള്ളൂ, ഇതൊക്കെ സാധിക്കുള്ളൂ. ലക്ഷ്യം വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഇപ്പോൾ അങ്ങനെ മനസ്സ് ഭഗവാനിൽ ഉറക്കിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളെന്തിനാ വന്നത് അത് മറന്നു പോകാൻ പാടില്ല. ലക്ഷ്യം മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ലക്ഷ്യം എന്താ? ഭഗവാൻ. അതാണ് മതപാശ്രയ, എന്നെ ആശ്രയിച്ച് എന്നിലെത്തിച്ചേരാൻ വേണ്ടി, എന്നെ കിട്ടാൻ വേണ്ടി, ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താലോ ലഭതേ നിശ്ചലാം ഭക്തി മൈ ഉദ്ധവ സനാതനേ, ശാശ്വത സത്യവസ്തു സ്വരൂപനായ എന്നിൽ നിനക്ക് നിശ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാകും. സത്സംഗം കൊണ്ട് ഉണ്ടാകുന്ന ഭക്തി കൊണ്ട് എളുപ്പത്തിൽ ആ സജ്ജനങ്ങൾ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ സാക്ഷാത്കരിക്കാം, അനുഭവിക്കാം എന്ന് പറയാണ് ഭഗവാൻ. ഇങ്ങനെ ഭഗവാൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. നമുക്കത് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഉപദേശം അവസാനം ഉദ്ധവനോട് ഭഗവാൻ പറയണം, പുണ്യദേശങ്ങൾ ദർശിക്കണം. ഭഗവാന്റെ അത്ഭുത ലീലകൾ നടന്ന പുണ്യസ്ഥലങ്ങൾ അവിടെയൊക്കെ പോണത് തീർത്ഥാടനമൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പാപശാന്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. തീർത്ഥാടനത്തിൽ ക്ലേശം സഹിച്ചാലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടുള്ള പാപനാശമൊക്കെ. പുണ്യാന്തേശാൻ ആശ്രയേത, പുണ്യദേശങ്ങളെ പോയിരുന്ന് ഭഗവത് ഭക്തന്മാർ, ആ ഭക്തന്മാരൊക്കെ പാടിയിട്ടുള്ള ഭഗവാന്റെ ഗുണങ്ങളെ പാടുക. ഏകാന്തത്തിൽ അവിടെ ഇരുന്ന് ഭഗവാനെ സ്മരിക്കുക, ചിന്തിക്കുക. ഞാനാണ് സർവ്വചരാചരങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായി ഇരിക്കണത് എന്ന് ഭാവന ചെയ്യണം. അറ്റ്ലീസ്റ്റ് മനുഷ്യരിലെങ്കിലും, എല്ലാ മനുഷ്യരിലും അവിടെ ഉള്ളിലിരിക്കുന്ന ജീവൻ എൻ്റെ ഭഗവാനാണ് എന്നറിഞ്ഞ് സ്പർദ്ധയും അസൂയയും വിദ്വേഷവും മത്സരഭാവവും മനസ്സിൽ നിന്ന് പൊന്തി വരും. അപ്പോഴൊക്കെ ഓർക്കണം, ആഫ്റ്റർ ഓൾ എൻ്റെ ഭഗവാനില്ലേ അവളിലുള്ളത്. പിന്നെന്താ അവൾ അങ്ങനെ പെരുമാറുന്നത്? അത് അവളുടെ സ്വഭാവം കൊണ്ടാണ്, അത് ആ വാസന കൊണ്ടാണ്. അത് നീങ്ങിയ ശുദ്ധായി. ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ ഭേദഭാവന കളയണം. അപ്പം എല്ലാവരിലും കോമണായിരിക്കുന്ന ഘടകം ഭഗവാനാണ്, ചൈതന്യം ഇവൻ. അത് ഓർമ്മിച്ച് അതിൻ്റെ ദൃഷ്ടിയിൽ ഭേദഭാവന മനസ്സിൽ നിന്ന് കളയണം. ഈ ശരീരത്തിൻ്റെ ജന്മത്തിൻ്റെ ഉത്കൃഷ്ട നികഷ്ടകൾ നോക്കരുത്. ബ്രാഹ്മണനാവട്ടെ, ചണ്ടാളനാവട്ടെ, കള്ളനാവട്ടെ, ക്രൂരനാവട്ടെ, പശുവാവട്ടെ, പശുവിനെ തിന്നുന്നവനാവട്ടെ, നായയാവട്ടെ, ശുനിജൈവ ശവാഗേജ പണ്ഡിത സമദർശിന. ഇവിടെ വേഗം പറയാ സമദൃക് പണ്ഡിതോ മതഃ. അവരെല്ലാവരിലും ഒരുപോലെ വാഴുന്ന ഭഗവാനെ ആരാണോ തിരിച്ചറിയുന്നത്, കാണുന്നത്, ഈ കണ്ണുണ്ടല്ലോ അത് കാണുക, അവനാണ് പണ്ഡിതൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ എല്ലാ ജീവികളിലും ആ ഭഗവാനുണ്ടെന്നറിഞ്ഞ് എല്ലാവരെയും നമസ്കരിക്കണം, അത്രയും അർത്ഥം. ആശ്വചാണ്ടാള ഗോഖരം, പശു ആയാലും ശരി, നായായാലും ശരി, കഴുതയായാലും ശരി, കൊഴുതിരയായാലും ശരി, ചണ്ടാളനായാലും ശരി, എല്ലാവരിലും എന്നെ കണ്ടുകൊണ്ട് എൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രണമേൽ ദണ്ഡവത് വീണ് നമസ്കരിക്കുകയാണ്. നമ്മുടെ ദേഹാഭിമാനം സമ്മതിക്കണില്ല അമ്പലത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കാൻ, മാതാപിതാക്കന്മാരെ നമസ്കരിക്കാൻ, സ്വന്തം മഹാത്മാക്കളെ നമസ്കരിക്കാൻ, അല്ലേ?
ഇവിടെ ഭഗവാൻ തൻ്റെ ഉദ്ധവനോട് പ്രിയ ശിഷ്യനോട് പറയണെന്താ, എടാ കഴുതയെ കണ്ടാൽ പോയി വീഴടാ. വെറുതെ അല്ല, കഴുതയല്ല നമസ്കരിക്കുന്നത്, ആ കഴുതയുടെ ഉള്ളിലെ എന്നെ. മനസ്സിലായോ? ചണ്ടാളനെ കണ്ട അവരിൽ എന്നെ കണ്ടുകൊണ്ട് വീണ് നമസ്കരിക്കുകയെന്നാണ്. ഗോവിനെ കണ്ടാൽ, പശുവിനെ കണ്ടാലും, ആരെ കണ്ടാലും